ത്രിയേക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശു ബാറാസിറായുടെ പുസ്തകം 5-ാം അധ്യായം 4-ാമത്തെ വാക്യം. പാപം ചെയ്തിട്ട് എനിക്കെന്തു സംഭവിച്ചു എന്ന് പറയരുത്. കർത്തൃകോപം സാവധാനമേ വരും. ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. പല ആളുകളുടെയും ജീവിതത്തിൽ അറിയാതെ തെറ്റുകളൊക്കെ സംഭവിക്കാറുണ്ട്. അവർ നോക്കുമ്പോൾ ആ തെറ്റുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ചിലർ ആ ജീവിതത്തിലെ തെറ്റുകൾ അതുകൊണ്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കും. പിന്നീട് അവർ ചിന്തിക്കും, ദൈവം ക്ഷമിക്കുമെന്ന് വിചാരിച്ച് ആ തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യും. ആ പാപത്തിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് ഗ്രാജുവലായിട്ടാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നത്. നമുക്കൊരു ക്യാൻസർ രോഗം ഒരു വ്യക്തിയുടെ ശരീരത്തിൽ രൂപം കൊള്ളുന്നതിന് എത്രയോ നാളുകൾക്ക് മുമ്പേ ആ കോശം അവിടെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവാം. പിന്നീടാണത് രോഗമായി പുറത്തു വരുന്നത്. പിന്നീടത് വരുന്നതോടുകൂടി അയാളുടെ ആരോഗ്യം തന്നെ അത് പുറത്തു വരുമ്പോൾ ക്ഷയിക്കും. ഇതുപോലെ തന്നെ ഈ ഭൂമിയിൽ ചെയ്യുന്ന ഓരോ പാപങ്ങൾക്കും അതിൻ്റെ ഇമ്പാക്റ്റുണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട്, പാപത്തിൻ്റെ ദുരന്ത ഫലങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പാപത്തെ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് പ്രോത്സാഹിപ്പിക്കാതിരിക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പരിശ്രമിക്കാം. ദൈവം ക്ഷമിക്കുമല്ലോ എന്നോർത്ത് പാപം ചെയ്യരുത്. നമ്മൾ ഓർക്കണം, ദൈവമെല്ലാ പാപവും ക്ഷമിക്കുന്നവനാണ്. എന്നാൽ ദൈവത്തിൻ്റെ പാപക്ഷമ അനുഭവിക്കുവാനുള്ള ശേഷി, കഴിവ് ക്ഷമിക്കുമെന്നോർത്ത് പാപം ചെയ്യുന്ന വ്യക്തികൾ ക്രമേണ നഷ്ടപ്പെടുവാനിടയായിത്തീരും. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് ഈ മേഖലകളെക്കുറിച്ച് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുകയും അനുദപിക്കുകയും ചെയ്യുക. ദൈവം അനുഗ്രഹിക്കട്ടെ.